വേസ്റ്റ് ഇടാൻ പുറത്തിറങ്ങിയ ഇവൾ അതിൽ പാൽക്കുപ്പികൾ മാത്രമാണ് കണ്ടത്. സംശയം തോന്നി എല്ലാം പരിശോധിച്ചപ്പോൾ അതിൽ മുഴുവൻ ഒരേ പാലുകുപ്പി തന്നെ. ഒടുവിൽ ഒരു പ്രധാന മാലിന്യശേഖരണ കേന്ദ്രത്തിലെത്തിയ അവൾ അവിടെയും പാൽ കാർട്ടണുകൾ മാത്രം കണ്ടു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ അവൾ അതിലേക്ക് ഇറങ്ങിയപ്പോൾ വീഴാൻ പോയി. ഫ്ലേവറുകൾ വ്യത്യസ്തമായിരുന്നെങ്കിലും എല്ലാം ഒരേ കമ്പനിയുടേതായിരുന്നു. അതിലെ വിലാസം തെരഞ്ഞുപിടിച്ച് അവൾ ഒടുവിൽ ഒരു ഡയറി ഫാക്ടറിയിലെത്തി. ആരുമില്ലാത്ത നേരം നോക്കി അവൾ അകത്തു കയറി. ഒറ്റനോട്ടത്തിലെല്ലാം സാധാരണ പാൽ ഉൽപാദന ലൈൻ പോലെ തോന്നിച്ചെങ്കിലും ഫില്ലിംഗ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വീണുകിടന്ന ദ്രാവകം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് പാലിന്റെ രൂപമേ ആയിരുന്നില്ല. പെട്ടെന്ന് വെയർഹൌസിൽ നിന്നൊരു ശബ്ദം കേട്ട് ഒരു കൂട്ടം കാക്കകൾ അവിടെയുണ്ടായിരുന്ന പാക്കറ്റുകൾ കൊത്തിക്കീറി അകത്തുള്ള സാധനം തിന്നുകയായിരുന്നു. പക്ഷികളെ ആകർഷിക്കുന്ന എന്ത് ഘടകമാണ് പാലിലുള്ളതെന്നറിയാൻ അവൾ ഒരു ബാഗ് കീറി നോക്കി. അതിൽ പാൽപ്പൊടിക്ക് പകരം വിചിത്രമായ പരൽ പോലെയുള്ള തരികളായിരുന്നു. അവിടെ ജോലിക്കാരെ ആരെയും കാണാത്തതിനാൽ തെളിവ് ശേഖരിക്കാനായി അവൾ ആ ബാഗുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ക്യാമറയ്ക്ക് മുന്നിൽ 2 കാർട്ടണുകൾ കാണിച്ച് അവൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്തു. ആളുകൾ എങ്ങനെയാണ് ഇതിനടിമയാകുന്നത് എന്ന് കാറോളിന് മനസ്സിലായില്ല. ഒരു ദിവസം മുഴുവൻ ഗവേഷണം നടത്തിയ ശേഷം ആ ക്രാഫ്റ്റ് പേപ്പർ പാക്കേജിംഗിൽ ഒരു ബാർകോഡ് അവൾ ശ്രദ്ധിച്ചു. അതിന്റെ ഉറവിടം കണ്ടെത്താൻ അവൾ അതൊരു സൂപ്പർമാർക്കറ്റിലെത്തിച്ച് ട്രാക്കിംഗ് സിസ്റ്റം വഴി പരിശോധിച്ചെങ്കിലും സിസ്റ്റത്തിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല.